കൊളോസോസ് 4:6 നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ഞങ്ങളുടെ അധരങ്ങളെയും ഹൃദയങ്ങളെയും വിശുദ്ധീകരിക്കണമേ അപ്പ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വിചാരവും ചിന്തയും മനോഭാവവും കർത്താവേ കരുണാമസൃണമാകട്ടെ. ഞങ്ങളുടെ വാക്കുകൾ അവ പ്രതിഫലിപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരോടും കരുണയോടെ സംസാരിക്കുവാൻ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ വാക്കുകളെ വിശുദ്ധീകരിക്കണമേ. നാവിനെയും ചുണ്ടുകളെയും വിശുദ്ധീകരിക്കണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ പൗലോസ് ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ ഈ ലോകത്തിൻ്റെ ലൗകിക മോഹങ്ങൾ ഉപേക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കുമല്ലോ. നിർമ്മതത്വം ഉപേക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കുമല്ലോ. സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമല്ലോ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ പൊതിയണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമലസിൻ്റെയും മാതൃത്വവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പുറപ്പാട് 20:20 മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തെ അവർ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയോടുള്ള സ്നേഹവും ഭക്തിയും ആദരവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും അകന്നു നിൽക്കട്ടെ. ഈശോയെ, അങ്ങയുടെ കരുണയാണല്ലോ ഞങ്ങളെ സംരക്ഷിക്കുന്നത്. അങ്ങ് ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നതിനെ അവർ നന്ദി പറയുകയാണ്. എല്ലാ പാപികളെയും സമർപ്പിക്കുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നവർ, പാപത്തിൽ മാനസാന്തരമില്ലാത്തവരെ സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 24-ാം തിരുവചനം. അവൻ്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ആരെയും അങ്ങ് ഉപേക്ഷിക്കുന്നില്ലല്ലോ. ഈശോയെ, ശാരീരികമായും മാനസികമായും ആത്മീയമായും പലവിധ രോഗങ്ങളാലും വ്യതകളാലും വിഷമിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സൗഖ്യപ്പെടുത്തണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമലസിൻ്റെയും മാതൃത്വവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.